വ്യഭിചാര ദുർഭൂതം. വർഷങ്ങളായിട്ട് മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു കുടുംബനാഥനിൽ, ഒരു മകനിൽ കുടികൊള്ളുന്നത് മദ്യപാനത്തിന്റെ അരൂപി. അഹങ്കാരിയായ ഒരു വ്യക്തിയിൽ കുടികൊള്ളുന്നത് അഹങ്കാരത്തിന്റെ അരൂപി, അനുസരണക്കേടിന്റെ അരൂപി. വിവാഹബന്ധത്തെ തകർക്കുന്ന അസ്മേദേവൂസ് എന്ന് പറയുന്ന ഒരു പിശാച്. നീ വഴക്കുണ്ടാക്കുന്ന ആളുകളോടല്ല യുദ്ധം ചെയ്യേണ്ടത്, വഴക്കിന്റെ ഒരു പൈശാചിക അരൂപിയുണ്ട്. അനേകം കുടുംബങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ദുഷ്ടത വിതച്ചുകൊണ്ടിരിക്കുന്നത്, തകർത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരല്ല, പിശാചാണ്. നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല. 36 വർഷമായിട്ട് സ്വന്തം ആങ്ങളയോട് മിണ്ടിയിട്ടില്ല. വൈരാഗ്യത്തിന്റെ ദുരാത്മാവ്, കോപത്തിന്റെ ദുരാത്മാവുള്ള ഒരു സഹോദരിയാണ് ഈ അടുത്ത് നിൽക്കുന്നത്. അതാണ് ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് സാധനം. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവ് ദേശത്തിന്റെ അരൂപിയെ കാണിച്ചത്. ദേശത്തിന്റെ അരൂപി എന്താണെന്ന് പറഞ്ഞു തരും. ഈ ദേശത്ത് ദൈവമക്കളെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ അരൂപിയാണ്. പൈശാചിക അരൂപിയുടെ നിയന്ത്രണത്തിലാണ് ഇവൻ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതെ വീട് വെച്ച് താമസിച്ചുകൊണ്ടിരിക്കും. വീട് വെച്ച് വേണമെന്നല്ല, നീ അവിടെ മുട്ടുകുത്തി ദൈവത്തെ ആരാധിച്ചാൽ ആ അരൂപി ബന്ധിക്കപ്പെടും. നമ്മൾ വിചാരിക്കരുത് അയൽവക്കാരൻ നമ്മളോട് വഴക്കിന് വന്നു, അവനെ ശരിയാക്കിയേക്കാം. അവനോടല്ല നമ്മുടെ പോരാട്ടം, അവനോടല്ല.